ഞാൻ വന്നിരിക്കുന്നത് മട്ടൺ ചോപ്സ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതിനാദ്യം ചെയ്യേണ്ടത് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 500 ഗ്രാം മട്ടൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിന് വേണ്ട സ്പൈസസ് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. സ്പൈസസ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ എയറെല്ലാം ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ തൈര്, ചതച്ച മുളക് 1 ടീസ്പൂൺ, കുരുമുളക് ചെറിയ ജീരകം കൂടി പൊടിച്ചത്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തൈരിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മതി. ഇപ്പം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മട്ടനിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടി ഇട്ട് കൊടുക്കാം. ചെറു ചൂടനെ തന്നെ പരത്തി കൊടുക്കണം. ഇതിലേക്ക് അരപ്പെല്ലാം നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെക്കാം.
അതിനുശേഷം നമുക്ക് നന്നായി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചോപ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക്